പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അശ്വയുടെ പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നതിന്റെ പ്രഖ്യാപനം ഇത്തവണ സംസ്ഥാന ബജറ്റിലുണ്ടാവും. ജീവനക്കാരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ക്ഷാമാപത്തയിൽ 2 ഗഡുവെങ്കിലും നൽകാനും ശമ്പള പരിഷ്കരണത്തിനും ബജറ്റ് നിർദ്ദേശമുണ്ടായേക്കും. പങ്കാളിത്ത പെൻഷൻ വേണ്ടെന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ കക്ഷിഭേദമില്ലാതെ സമരത്തിലായതോടെയാണ് 2023 ബജറ്റിൽ സർക്കാർ പിന്മാറ്റ പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ഇന്ത്യൻ ഹോക്കി ടീം മുൻ നായകനും ഒളിമ്പ്യനുമായ PR ശ്രീജേഷ്. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിനാണ് ശ്രീജേഷ് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി മഹാനായ വ്യക്തിയും നേതാവുമാണെന്ന് ശ്രീജേഷിയുടെ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെന്നാണ്. നിങ്ങൾ കോടീശ്വരനോ സാധാരണക്കാരനോ കായിക താരമോ രാഷ്ട്രീയക്കാരനോ ആരുമാകട്ടെ, എല്ലാവരെയും അദ്ദേഹം ഒരുപോലെയാണ് പരിഗണിക്കുക. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവവിശേഷത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം നമ്മളെ പേര് ഓർക്കുന്നുവെന്നത് വലിയ കാര്യമാണ്. സംസ്ഥാനത്തെ സ്കൂൾ പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ പുസ്തകങ്ങൾ സജ്ജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ 597 ടൈറ്റിലുകൾ വികസിപ്പിച്ചതായും അവയ്ക്ക് അനുയോജ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞതായും മന്ത്രി വിശദീകരിച്ചു. ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന. അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കങ്ങൾ നടത്തുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM. ദുബായിൽ നിർണായക ചർച്ചകൾ എന്ന സൂചന പുറത്ത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിർണായക വിവരമാണ് വിശ്വസനീയ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മഹാപഞ്ചായത്തിലെ അവഗണനയിൽ തരൂർ അതൃപ്തിയിലാണ്. ഇന്ന് രാവിലെയാണ് ശശി തരൂർ ദുബൈയിലേക്ക് തിരിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യവസായിയും ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. തേങ്ങയിടുന്നതിനായി തെങ്ങിൽ കയറുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണ തൊഴിലാളി മരിച്ചു. തേഞ്ഞിപ്പാലം ചെന്നകലങ്ങാടി മാതാപ്പുഴ സ്വദേശി ഗിരീഷ് കുമാറാണ് മരണപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ വീടിന്റെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. തെങ്ങിൽ കയറി മുകൾ ഭാഗത്തെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി തെങ്ങ് വേരോടെ കടപുഴകി വീണത്. തെങ്ങിനൊപ്പം താഴേക്ക് വീണ ഗിരീഷിനെ നാട്ടുകാർ ചേർന്ന് ഉടൻ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.